ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത് വെറുതെയല്ല ബാറകല്ലാഹു ലക്കുമാ ബാറക അലൈക്കുമാ എന്നൊക്കെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യണമെങ്കിൽ അത്രത്തോളം നല്ല ഒരു കുടുംബ മഹിമയുള്ള കുടുംബത്തിന് വേണ്ടിയിട്ടാകണം. അബൂ തൽഹ ഉമ്മു തൽഹ രണ്ടുപേരുടെ ചരിത്രം നമുക്ക് ഹദീസ് പരിശോധിച്ചാൽ കാണാം. അതൊരു വലിയ കല്യാണ കുടുംബജീവിതം നയിച്ചവരാണ്. അബൂ തൽഹ ഉമ്മു തൽഹ റളിയല്ലാഹു തആല അൻഹുമാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്റെ സുഖമില്ലാതെ കിടന്ന മകൻ മരണപ്പെട്ട് കിടക്കുകയാണ്. ഉമ്മു തൽഹ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. തന്റെ ഭർത്താവ് കടന്നു വരുമ്പോ ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഉമ്മു തൽഹ റളിയല്ലാഹു തആല അൻഹ. ബഹുമാനപ്പെട്ട അബൂ തൽഹ കടന്നു വന്നപ്പോ മകൻ മരിച്ചത് അറിയിച്ചിട്ടേ ഇല്ല. മകൻ അവിടെ ഒരു മൂലയിൽ മാറ്റിക്കിടത്തിയിട്ട്, ജനാസ മാറ്റിക്കിടത്തിയിട്ട് ഒരു ഭർത്താവ് വന്നപ്പോ ആ ഭർത്താവിനെ സ്വീകരിച്ച് ഭർത്താവിന്റെ ആവശ്യങ്ങൾ നടത്തി ശാരീരികമായി ഭർത്താവ് ബന്ധപ്പെട്ടതിന് ശേഷമാണ് എല്ലാം കുളിച്ചു ഒരുങ്ങി വൃത്തിയായി റാഹത്തായപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമ്മു തൽഹ റളിയല്ലാഹു തആല അന്ന പറഞ്ഞത്, നമ്മുടെ അല്ലാഹു നമ്മളുടെ മേൽ ഏൽപ്പിച്ച അമാനത്ത് അല്ലാഹു അത് തിരിച്ചെടുത്താൽ എന്തായിരിക്കും അതിന്റെ ഫലം ചോദിച്ചു. അല്ലാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു അമാനത്ത്, ആ അമാനത്ത് സമയത്തിയപ്പോ അല്ലാഹു തിരിച്ചെടുത്തു. എന്തായിരിക്കും മാനവர்களെ? അത് കൊടുക്കണമല്ലോ, അതല്ലേ, അതാണല്ലോ എന്റെ ബാധ്യത. അത് അങ്ങനെ തന്നെയാണ്. ആണല്ലോ, ആണ്. ഒരു പെണ്ണാണ് പറയുന്നത്, ഭാര്യ നോക്കണം, എന്ത് നല്ല ഭാര്യ, ഇങ്ങനെ ഒരു ഭാര്യ എന്ന് കിട്ടുമോ? ഭർത്താവ് മകൻ മരിച്ചെടുക്കാണ്, കുട്ടിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ അദ്ദേഹം ജോലിക്ക് പോയത്. എങ്ങനെയുണ്ട് കുട്ടിക്ക്? കുട്ടി റാഹത്തായിട്ട് കിടക്കാൻ. എങ്ങനെയുണ്ട്? റാഹത്തായിട്ട് കുട്ടി കിടക്കാൻ. റാഹത്തായി അൽഹംദുലില്ലാഹ്, സന്തോഷം. അങ്ങോട്ടേക്ക് വിട്ടില്ല, ഭക്ഷണം കൊടുത്തു. അദ്ദേഹം വന്നതിന്റെ ടെൻഷനെല്ലാം മാറ്റി, പ്രശ്നമൊന്നുമില്ല. ശാരീരികമായി ബന്ധപ്പെട്ടു. തന്റെ കുട്ടി മരിച്ചു കിടക്കുമ്പോ ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി തന്റെ ശരീരം കൊടുക്കാൻ സന്തോഷിപ്പിച്ചു. ആ ഭർത്താവിനെ സന്തോഷിപ്പിച്ചതിന് ശേഷം ഈ ഭാര്യ ചോദിക്കാണ്, അള്ളാഹു നമുക്ക് തന്ന ഒരു അമാനത്ത് അവൻ ചോദിച്ചാൽ മടക്കി കൊടുക്കണ്ടേ? കൊടുത്തേ പറ്റൂ. അപ്പോഴാണ് പറഞ്ഞത്, എന്നാൽ നമ്മുടെ മകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അബൂ തൽഹയ്ക്ക് വല്ലാണ്ട് ദേഷ്യം കയറി. അബൂ തൽഹ വല്ലാണ്ട് വേർത്തുപോയി. അബൂ തൽഹ ക്രോധത്തോടെ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോയിട്ട് കാര്യം ബോധിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവള് ചെയ്തതാണ് ഏറ്റവും നല്ല മാതൃക അബൂ തൽഹ. ശേഷം അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, ബാറക്കല്ലാഹു ഫീ ആബിരി ലൈലതികുമാ. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളുടെ ശാരീരിക ബന്ധത്തില് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുകയാണ്. എത്ര ഭാഗ്യം ആർക്ക് കിട്ടും? ആ കഴിഞ്ഞ രാത്രിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വർഷമാസങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ അല്ലാഹു തആല സമ്മാനിച്ചു. അബ്ദുല്ലാഹ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബാക്കൾ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഉമ്മു തൽഹ പ്രസവിക്കുന്നത്. ഉടനെ തന്നെ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കുകയാ. ആ കുട്ടിയെ മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹ് എന്ന് പേരിടുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ ഉമിനീര് തൊട്ടു കൊടുക്കുകയും ചെയ്തു അത്രേ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ബാറക്കല്ലാഹു ഫീഹി വഫീ അഖബിഹി. പടച്ചവനെ, ഇവനിലും ഇവന്റെ പിൻതലമുറക്കാരിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരു കുട്ടി ജനിച്ച ഉടനെ നമുക്കൊക്കെ ചെയ്യേണ്ടത് നബി പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമ്മളൊരു കുട്ടിയെ കിട്ടിയാൽ നമ്മൾ ദ്വാരക്കണം, അല്ലാഹുവേ ബാറക്കല്ലാഹു ഫീകി, നിനക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, വഫീ അഖബിഹി, അതിന്റെ ആ പരമ്പരയ്ക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോ കണ്ടോ, അബൂ തൽഹയ്ക്ക് ഉമ്മത്തല്ലാഹ്ക്ക് ഒരു കുട്ടി മരിച്ചപ്പോ നബി തങ്ങൾ ദുആ ചെയ്തു, അന്നത്തെ രാത്രിയിൽ അവരുടെ ബന്ധത്തില് അല്ലാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ആൺകുട്ടിയെ കൊടുത്തു. ആ അബ്ദുല്ല എന്ന് നബി തങ്ങൾ പേരിട്ടു. നബി തങ്ങൾ അവരുടെ പരമ്പരയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. പിന്നീട്
10 മക്കളെ അല്ലാഹു തആല അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. ആ 10 മക്കളും അന്നഹും ഖദ് ഹഫിളു അൽ ഖുർആന വയഖറഊന അൽ ഖുർആൻ. ആ 10 മക്കളും ഖുർആൻ കാണാതെ പഠിച്ചവരായിരുന്നു, ഖുർആൻ ഓതുന്നവരായിരുന്നു. അല്ലാഹു അക്ബർ. നബി തങ്ങളുടെ ദുആ ബർക്കത്ത്, നബി തങ്ങളുടെ ദുആ ബർക്കത്ത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ബാറക്കല്ലാഹു ലക്കുമാ, നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയുന്നത്. ഇത് പാട്ടും കൂത്തും ഒക്കെ നടത്തി കാണിച്ച് കാട്ടിക്കൂട്ടിട്ട് ഹറാമും ഹലാലും ആണും പെണ്ണും ഒക്കെ ചേർന്ന് കിടന്ന് ഡാൻസ് ആടിയിട്ട് എവിടെ ബാറക്കല്ലാഹു ലക്കുമാ, എവിടെ ബർക്കത്തുണ്ടാവും? നിങ്ങൾ നോയിക്കോളിൻ, അവരുടെ പരമ്പര ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്കായിരിക്കും വരിക. നിങ്ങൾ നോയിക്കോളി, പരിശോധിച്ച് നോയിക്കോളി. അള്ളാഹു ഇനി കാണാനൊരു ഭാഗ്യം നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിൻതലമുറക്കാരായ നമ്മുടെ മക്കളൊക്കെ കടന്നു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇന്നത്തെ കാലത്തിലെ മക്കൾ അറിയില്ലേ? ആരാ മക്കള്? വാപ്പായെ കൊല്ലുന്ന മക്കളല്ലേ? ഉമ്മയെ കൊല്ലുന്ന മക്കളല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഹദീസാണ്. ഒരു കാലഘട്ടം വരും സ്വഹാബത്തെ, ആ കാലഘട്ടത്തിൽ 2 കാര്യം അധികരിക്കും. എന്താണെന്നറിയോ? ഒന്ന് യക്സുറുൽ ഹറജു വൽ കദിബു, കളവും കൊലയും അധികരിക്കുന്ന കാലമാണ്. കളവും കൊലയും അധികരിക്കുന്ന കാലമാണ്. കള്ളം ധാരാളം വ്യാപിക്കും. കള്ളം പറയില്ല അതൊന്നും ഒരു വിഷയമല്ല ആളുകൾക്ക്. തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ല. തമാശയ്ക്ക് പോലും ഏപ്രിൽ ഫൂൾ, ഏപ്രിൽ 1-ാം തീയതി ആകുമ്പോൾ കളവ് പറയും നമ്മൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്ന റജുല ല യതകല്ലമു ബികലാമിൻ നാസി ലാ യറാ ബിഹാ ബഅസാ യഹ്വി ബിഹി 70 ഖരീഫൻ ഇലന്നാർ ഔ കമാ ഖാല അലൈഹിസ്സലാം. ജനങ്ങൾ, ഒരു സാധാരണക്കാരൻ അവന്റെ സംസാര ഭാഷണത്തിൽ അവനൊരു തമാശയ്ക്ക് വേണ്ടി ഒരു കളവ് പറഞ്ഞെങ്കിൽ 70 വർഷത്തോളം അവൻ നരകത്തിൽ കിടക്കണമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഓർക്കണേ, കളവ് പറയല്ലേ, തമാശയ്ക്ക് പോലും കളവ് പറയല്ലേ കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ കളവും കൊലയും അധികരിക്കുന്ന കാലഘട്ടമായിരിക്കും സഹാബ. കൊലയും അധികരിക്കും, കളവ് അധികരിക്കും. 2025 ജനിച്ചു. 2024 ഡിസംബർ 31 ആ രാത്രി കഴിഞ്ഞ് 2025 ജനുവരി 1 തുടക്കം തൃശ്ശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനിയിൽ 2 പേരെ കൊല ചെയ്തിട്ടാണ് ഈ 2025 ജന്മപ്പിറവിയെടുത്തത്. ഈ 2025 ഇന്നത്തെ വരെ ചരിത്രമെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്, കൊല നടക്കാത്ത ഒരു ദിവസവും ഇല്ല. കൊല ആര് കൊല്ലുന്നു? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്താണ് നബി അൽ ഹറജ്? അൽ ഖത്ൽ, കൊല അധികരിക്കും കേട്ടോ സഹാബത്തെ, കൊല അധികരിക്കുന്ന കാലഘട്ടമായിരിക്കുമെന്ന്. ആരെയൊക്കെ കൊല്ലും? യഖ്തുലു ഉമ്മഹു വ അബാഹു വ അമ്മഹു വ ഇബ്നു അമ്മിഹി വ അഖാഹു. തിരുവനന്തപുരം വെഞ്ഞാറമൂടത്തെ കൊല ഇതന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഉമ്മായെ കൊല്ലും, ഉപ്പായെ കൊല്ലും, സഹോദരനെ കൊല്ലും, കൊച്ചാപ്പായെ കൊല്ലും, ഇളയാപ്പാനെ കൊല്ലും, ഇളയാപ്പാന്റെ മോനെ കൊല്ലും. വയഖ്തുലു ജാറഹു, അവന്റെ അയൽപക്കക്കാരനെ കൊല്ലും. അയൽപക്കക്കാരിയായ കാമുകിയെ പോയി കൊന്നില്ലേ? ഹദീസല്ല ഹബീബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പോയിട്ട് 1000 വർഷം കഴിഞ്ഞു. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ കുടുംബക്കാരെ കൊല്ലും, ഉപ്പായെ കൊല്ലും, ഉമ്മായെ കൊല്ലും, ഭാര്യ ഭർത്താവിനെ കൊല്ലും, ഭർത്താവ് ഭാര്യയെ കൊല്ലും, മക്കളെ മാതാപിതാക്കളെ കൊല്ലും. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഖത്റാബിസാ, ലോകാവസാനത്തിന് അടയാളമാണ് അയ്യുറബ്ബിയ റജുലു ജർവാ ഐ വലദുൽ കൽബി ഖൈറുൽ ലഹു മിൻ അയ്യുറബ്ബിയ വലദൻ ലഹു. ഒരു മകനെ വളർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഒരു പട്ടിക്കുട്ടിയെ, നായിക്കുട്ടിയെ വളർത്തലാണ് ശ്രേഷ്ഠമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതാ പറഞ്ഞ ഇന്നത്തെ കാലത്തെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന് ഈ ആഡംബരം കാണിക്കുക വാപ്പായും ഉമ്മയും അനുസരിക്കാത്തതിന്റെ കാരണം മുൻ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളാണ് ഇന്ന് വളർന്നു വരുന്ന തലമുറ. മാതാപിതാക്കൾ സൗകര്യം ചെയ്തു കൊടുക്കും, കളിച്ചോ, കല്യാണത്തിന് എന്ത് ഹറാമിയത്ത് വേണമെങ്കിലും ആക്കിക്കോ. ഉസ്താദെ എന്ത് ചെയ്യാനോ, നമ്മൾ ഇവിടെ ഹബീബെ കല്യാണാണ്, ആഡംബരങ്ങൾ കാണിക്കല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും. ഉസ്താദെ എന്ത് ചെയ്യാനാ ഉസ്താദെ, അവന്റെ കൂട്ടുകാർ അങ്ങനെ സമ്മതിക്കുന്നില്ല, ഓളുടെ കൂട്ടുകാരെ സമ്മതിക്കുന്നില്ല, എല്ലാം ഓക്കെ ആക്കിയാൽ അവസാനം പറയും എന്റെ ഭാര്യ സമ്മതിക്കുന്നില്ല ഉസ്താദെ. പെണ്ണുങ്ങളെ അവസാനം നമ്മൾ ഓക്കെ ആവും, അവസാനം പറയുന്നത് എന്താ? ഭാര്യ സമ്മതിക്കുന്നില്ല. നമ്മുടെ ഭാര്യ സമ്മതിക്കുന്നില്ല. ഭാര്യയുടെ ആഗ്രഹം ഒരു മോളല്ലേ ഉള്ളൂ, ലാസ്റ്റ് കല്യാണല്ലേ, ആളുകൾ എന്തായിരിക്കും പറയുക, അവരെന്തായിരിക്കും പറയുക, ഇവരെന്തായിരിക്കും പറയുക, അതുകൊണ്ട് റാഹത്തായ രീതിയിൽ ആ
നടത്തി കൊടുക്കണം. നമ്മൾ അവർക്ക് വേണ്ടിയല്ല കല്യാണം നടത്തുന്നത്. നമ്മൾ മാതൃക. ഞാൻ അള്ളാഹയെ ഭയപ്പെടുന്നവനാണോ? ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണോ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി നിന്റെ മകളെ നീ കല്യാണം നടത്തിക്കൊട്. അയൽവക്കക്കാർക്ക് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ അല്ല. അയൽവക്കക്കാരോ നാട്ടുകാരോ നീ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. നീ അള്ളാഹയെ പേടിയുള്ളവനാണോ? നീ നിക്കാഹ് നടത്തി കൊടുക്ക്. അതാണ് നിനക്ക് വേണ്ടത്. അവർ തിന്നാനും കുടിക്കാനും ഇത് കാണാനും വേണ്ടി ഡാൻസ് കാണാൻ അവർ വരുന്നത്. അവർ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി വരുന്നവരല്ല. വേണമെങ്കിൽ നടത്തിക്കൊട്. ഇനി നിങ്ങൾ നടത്തി അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് നിങ്ങൾ നടത്തുന്നെങ്കിൽ അല്ലാഹി സത്യം റബ്ബിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയണം. അത് കോടതി എന്തായാലും യാഥാർത്ഥ്യമാണ്. ഈ പ്രസംഗിക്കുന്നൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നവരില്ല. പക്ഷെ ഞങ്ങൾ ഹക്ക് അള്ളാഹുവിനോട് സാക്ഷ്യപ്പെടുത്തി ഈ സത്യം ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാണ്. നാളെ റബ്ബ് പിടിച്ചു നിർത്തി നിങ്ങളോട് ചോദിക്കുമ്പോ അന്ന് അവർ പറയും, ആലൂലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. അല്ലാഹുവേ, അന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലാഹ് ഇന്ന് ഈ നരകത്തിൽ ഞങ്ങൾ വീഴുമായിരുന്നില്ല പടച്ചവനെ. മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ പോകാതിരിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ കുലമാക്കൾ നൽകിയിരുന്നു. അല്ലാഹ് അന്ന് ഞങ്ങളത് സ്വീകരിച്ചില്ല പടച്ചവനെ. റബ്ബനാ ഗലബത് അലൈനാ ശിഖവതുനാ വകുന്നാ ഖൗമൽ ളാലീൻ. അന്ന് ദുനിയാവിനാണ് ഞങ്ങൾ സ്ഥാനം കൊടുത്തത്. ദുനിയാവിന്റെ പ്രസരിപ്പിനാണ്, ആഡംബരത്തിനാണ്, ആർഭാടത്തിനായിരുന്നു, ആഹ്ലാദത്തിനായിരുന്നു സ്ഥാനം കൊടുത്തത്. അല്ലാഹ് പടച്ചവനെ, അതിൽ കുടുങ്ങിപ്പോയി റബ്ബേ, വീണുപോയി പടച്ചവനെ. റബ്ബനാ അഖ്രിജ്നാ, അല്ലാഹുവേ ഞങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കണേ റബ്ബേ. നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. ഉറപ്പിച്ചു പറയുന്നു അല്ലാഹ്, ഇനി മേലില്ലാ തെറ്റിലേക്ക് ഞങ്ങൾ വീഴുകയില്ല പടച്ച റബ്ബേ. ഈ ഒരു ദുരന്തത്തിൽ നിന്ന്, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ഒന്ന് രക്ഷിക്കണേ അല്ലാഹ്. പക്ഷേ ആ സമയത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? ഖാലു അവലം തഖതീകും റുസുലുകും ബിൽ ബയ്യിനാത് ഖാലു ബലാ. എത്രയോ പ്രവാചകന്മാര്, എത്രയോ പണ്ഡിതന്മാര്, പ്രഭാഷകന്മാര്, ദൂതന്മാര് വന്ന് നിങ്ങളോട് താക്കീത് ചെയ്തില്ലേ? ഖാലു ബലാ ഖദ് ജാഅനാ നദീർ. എത്രയോ ഉപദേശകർ ഞങ്ങളിലേക്ക് കടന്നു വന്നു, താക്കീത് നൽകി പടച്ച റബ്ബേ. ഞങ്ങളതെല്ലാം കളവാക്കി തള്ളിക്കളഞ്ഞു അല്ലാഹ്. ഫകദ്ദബ്നാ, ഞങ്ങളത് സ്വീകരിച്ചില്ല പടച്ച റബ്ബേ. പറയും ഉസ്താദുമാരൊക്കെ വന്ന് പ്രസംഗിച്ചിരുന്നു, ഉസ്താദുമാരൊക്കെ വന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ ആ വാള് കേൾക്കാനൊക്കെ പോയതാ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഞങ്ങൾ കേട്ടതാ. ഞങ്ങൾ എന്ത് ചെയ്യാനാ ഉസ്താദെ എന്ന് നമ്മളോടല്ല പറയേണ്ടത്, എന്ത് ചെയ്യാനാ റബ്ബേ എന്ന് അള്ളയോട് പോയി ചോദിക്ക്. വിചാരണ ചെയ്യുന്നത് ഉസ്താദന്മാരല്ല, വിചാരണ ചെയ്യുന്നത് അല്ലാഹുവാണ്. ഫൽ ഹുക്മു ലില്ലാഹ്, ഫൽ ഹുക്മു ലില്ലാഹ്, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആരാണ് വിചാരണ ചെയ്യുന്നത്? പടച്ച തമ്പുരാനാണ്. അവനാണ് വിധി കൽപ്പിക്കുന്നത്, അവനാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് പാശ്ചാത്യന്മാരുടെ ശൈലി പോലെ നമ്മുടെ ജീവിതത്തിൽ വിവാഹം നമ്മൾ ആർഭാടം നടത്തിയാൽ യൂട്യൂബിൽ കുറെ റീച്ച് കിട്ടും, 10 പേർക്ക് അയച്ചു കൊടുത്തിട്ട് കണ്ട് ആസ്വദിക്കാം. പക്ഷേ നാളെ ആഖിറത്തിലെത്തുമ്പോ ആ ആസ്വാദനം നിന്നെ നരകത്തിട്ട് കത്തിക്കുമ്പോ അത് കാണാൻ ഒരാളും കാണൂല മോനെ. അതുകൊണ്ട് അള്ളാഹയെ പേടിച്ച് നിന്റെ വിവാഹ ജീവിതം അള്ളാഹ്ക്ക് പൊരുത്തത്തിലാക്കി തീർക്ക്. എങ്കിൽ അള്ളാഹിന്റെ സഹായം നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും ഇറക്കും. ആ സന്താന പരമ്പരകളിൽ ബർക്കത്തുണ്ടാകും. ഇല്ല എങ്കിൽ ആ സന്താനത്തെ കൊണ്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കും. ഉറപ്പാണ്. അള്ളാന്റെ തർത്തീബ് അങ്ങനെയാണ്. അള്ളാഹു പരീക്ഷിക്കും. അത് പരീക്ഷിക്കാതിരിക്കണമെങ്കിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞ് നിക്കാഹ് നടത്തി കൊടുക്കും. ആരെ പേടിക്കാൻ? നാട്ടുകാർ പറയട്ടെ. നാട്ടുകാരല്ലല്ലോ നമുക്ക് ചെലവിന് തരുന്നത്. നമ്മുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് നാട്ടുകാരല്ലല്ലോ. നമ്മളതിനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവരെന്തോ ആകട്ടെ, ആൾക്കാർ നമ്മൾ കേൾക്കണ്ട. നമ്മൾ പറയേണ്ടത് അള്ളാന്റെ റസൂലും പറഞ്ഞ് നമ്മൾ കേൾക്കാം. അതാണ് നമുക്ക് വേണ്ടത്. വമൻ യുതിഇല്ലാഹ വർ റസൂൽ
ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഏറ്റവും നല്ല സുഹൃത്തുക്കളെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാ വയൂതൂനസ് സകാ വഹും റാകിഊൻ. ഏറ്റവും നല്ല സുഹൃത്തുക്കളാരാ? ഏറ്റവും നല്ല കൂട്ടുകാരാരാ? ഏറ്റവും നല്ല ബന്ധുജനങ്ങളാരാ? അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്, അവരെ സ്നേഹിക്കുന്ന ആരിഫീങ്ങളാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരാണ്, അവർ നമസ്കാരമുള്ളവരാണ്, അവർ നോമ്പെടുക്കുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാ, അവർ നന്മ ഉപദേശിക്കുന്നവരാണ്, തിന്മയെ ഇഷ്ടപ്പെടാത്തവരാണ്, അവർ സദാ അല്ലാഹുവിനെ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, അവർ അല്ലാഹ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ചവരാണ്, പകലില്ലാതെ അല്ലാഹ് അല്ലാഹ് എന്ന് ജീവിക്കുന്നവരാ. അങ്ങനെയുള്ള ഏറ്റവും നല്ല മഹത്തുക്കൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ കൂട്ടുകാർ, അവരാണ് നിങ്ങളുടെ കൂട്ടുകാർ. വഹസുന ഉലൈക റഫീഖാ. അതുപോലൊരു കൂട്ടുകാരെ നിങ്ങൾക്ക് കിട്ടുവോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലെ ഹറാമിന് കൂട്ടു നിൽക്കാൻ ആളുകളുണ്ട്, ആഖിറത്തിൽ നമ്മെ സഹായിക്കാൻ ഒരാളും കാണൂല. അത് ചിന്തിക്കും. മരിക്കും എന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ, മരണപ്പെടുമെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ, മരിക്കും എന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്, ആഖിറത്തിലായിരിക്കും ഇതിൻ്റെയൊക്കെ വിധി, ദുനിയാവല്ല. ഈ യൂട്യൂബൊക്കെ അസ്തമിച്ചു പോകും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. شيء هالك إلا وجهه كل نفس ذائقة الموت. ഓരോ ആത്മാവും മരണത്തെ രുചിക്കും, എല്ലാം ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ രഹസ്യം വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടാകും കേട്ടോ. എല്ലാം കിടുകിട വിറപ്പിക്കപ്പെടുന്ന ദിവസമുണ്ടാകും. ഒരു മരണം ഒരു മനുഷ്യന് എത്തിക്കഴിഞ്ഞാൽ അവന്റെ ഖിയാമമാണ്, അവന്റെ അന്ത്യമാണ്, അവന്റെ ലോകാവസാനമാണ്. അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ എല്ലാവരും കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ അടക്കിയിട്ട് ഒറ്റപ്പെട്ട് ബേക്കൂർ ജമാഅത്തിന് ഖബർസ്ഥാനിൽ കിടക്കുമ്പോ സുബ്ഹാന റബ്ബി, അവനോടാണ് ചോദ്യം, മോനെ നിന്റെ മകളുടെ കല്യാണം എങ്ങനെയായിരുന്നു? ആര് പറയും മറുപടി? ബിരിയാണി തിന്നവനും ആടിന്റെ കാല് പിടിച്ചവനും ഷവർമ അടിച്ചവനും അവിടെ വന്ന് ഇഷ്ടം പോലെ 3-4 ട്രിപ്പ് അടിച്ച് കയറ്റിയവനും ഒന്നും അവിടെ കാണൂല. ഇവനോട് ചോദ്യം ഉണ്ടാവുക, ചോദ്യം ഇവരോട് ഉണ്ടാവുക. ആരും മറുപടി പറയും, നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോയിക്കോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കും, നമ്മളാരെയും നിർബന്ധിക്കുന്നില്ല, നമ്മളാരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. ഈ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് ഒരു സാക്ഷ്യമാണ്. ഇതൊക്കെ വേണമെന്നാണ് ഞാനിപ്പോ പറയുന്നത്. ഇതൊക്കെ ഒരു സാക്ഷ്യമാണ്. ഞാൻ അടക്കമുള്ള പണ്ഡിതന്മാർ, ഇവിടെ അടക്കമുള്ള പണ്ഡിതന്മാർ ഇതൊന്നും സമുദായത്തോട് പറഞ്ഞിട്ടില്ല എന്ന് നാളെ നിങ്ങൾ അള്ളാന്റെ കോടതിയിൽ പോയിട്ട് പറയരുത്. അതിനൊരു തന്നെയാണിത്. കുല്ല ഇൻസാൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബാ യൽഖാഹു മൻശൂറാ. ഓരോ ശരീരത്തിലും ഓരോ മനുഷ്യരിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗതയും നിർണയിക്കുന്നതിന്റെ ഒരു രൂപരേഖ തന്നെ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ ശരീരത്തിലും അല്ലാഹു തആല ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. എവിടേക്ക് പോകുന്നു, എങ്ങോട്ട് സഞ്ചരിക്കുന്നു, എന്തു പറയുന്നു, എന്താണ് പ്രവർത്തിക്കുന്നത്, അതിന് മുഴുവനും ചിപ്പ് ഘടിച്ചിട്ടുണ്ട്. അല്ലാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല, അല്ലാഹു നമ്മളെ തിരിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നാളെ ചെയ്തില്ല പടച്ചവനെ, അങ്ങനെ കണ്ടില്ല പടച്ചവനെ, പോയില്ല പടച്ചവനെ, പ്രവർത്തിച്ചില്ല പടച്ചവനെ എന്ന് പറയാതിരിക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കഴുത്തിൽ ഒരു ടാഗ് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ചെയ്യുന്ന മുഴുവനും അതിൽ ലോഡാവും കേട്ടോ, സേവിംഗ് ആവും.
ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്നത് അതിൽ സേവ് ആവുന്നത് പോലെ അവൻ ഡിലീറ്റ് ആക്കി കളയുന്നവർ അതിൽ സേവായി കിടക്കും, ആർക്ക് വേണമെങ്കിലും കാണാം. എന്നാൽ ഒരിക്കലും ഡിലീറ്റ് ആയി പോവാതെ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ സേവ് ആക്കി ഇടുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ. എപ്പോഴാണ് ഇത് പുറത്തെടുക്കുക? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബാ. ഖിയാമത്ത് നാളാകുമ്പോൾ അല്ലാഹു ഇതൊരു കിതാബിന്റെ രൂപത്തിലാണ് അല്ലാഹു പുറത്തെടുക്കുക. ഒരു കിതാബിന്റെ രൂപത്തിലാണ്. കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷങ്ങളോളം നമ്മൾ ചെയ്തു കൂട്ടിയ 50 വർഷം 60 വർഷം 70 വർഷം നമ്മൾ ചെയ്തു കൂട്ടിയ സകലമാന തെറ്റുകളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ ഹാർഡ് ഡിസ്കിൽ കൊള്ളൂല. അപ്പോൾ അതൊരു വലിയ കിതാബ് പോലെ രേഖപ്പെടുത്തിയിട്ട് തുറക്കപ്പെട്ട ഒരു പുസ്തകം പോലെ അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് അത് കൊണ്ടുവെക്കും. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയും, ഇഖ്റ കിതാബ്, വായിക്കടാ, നിന്റെ ഡിസ്കാണിത് കേട്ടോ, നിന്റെ ഡിസ്ക് വായിക്ക്. ഇതൊക്കെ വിശ്വാസം ഉള്ളവൻ ഇതുപോലുള്ള ആർഭാടമൊന്നും ചെയ്യരുത്. വിശ്വാസമുള്ളവൻ, വിശ്വാസം ഇല്ലാത്തവനാണെങ്കിൽ നീ ചെയ്യണം. ഇഖ്റ കിതാബക്, നിന്റെ ഗ്രന്ഥമാണിത്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. അതാണ് CCTV. അത് എടുത്തിട്ട് അല്ലാഹു കാണിക്കും. കണ്ടില്ലേ നിന്റെ കല്യാണം, നിന്റെ മോട കല്യാണം കണ്ടില്ലേ, അവർ കൊടുത്ത ഭക്ഷണം കണ്ടില്ലേ, അവന് കൊടുത്ത കാറ് കണ്ടില്ലേ, അവിടുത്തെ ഡാൻസ് കണ്ടില്ലേ, അവിടുത്തെ പടക്കം പൊട്ടിക്കുന്നത് കണ്ടില്ലേ, ആലിമീങ്ങളെ ആക്ഷേപിച്ചത് കണ്ടില്ലേ, നിന്ന് ചാപ്പാട് കൊടുത്തത് കണ്ടില്ലേ, അവിടെ നിങ്ങൾ ബൊഫേ സംവിധാനം ചെയ്തില്ലേ, നിന്ന് തിന്നാ നിങ്ങൾ പഠിപ്പിച്ചില്ലേ. ഇതൊക്കെ ആരുടെ സംസ്കാരമാണ്? ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഡിസ്ക് ഇട്ടിട്ട് നമ്മളെ തന്നെ കാണിച്ചിട്ട് പറയും, ഖഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇന്ന് നിന്നെ ശിക്ഷിക്കാനും ചോദ്യം ചോദിക്കാനും ഇത് തന്നെ എനിക്ക് തെളിവാണ് കേട്ടോ. അതുകൊണ്ട് അല്ലാഹു തആല നമുക്കൊരു താക്കീത് നൽകുന്നു, മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. വേണമെങ്കിൽ സ്വീകരിച്ചോ. ഇനി നീ സ്വീകരിക്കാതെ ദുനിയാവിന്റെ രസം കരുതിയിട്ട് ആഡംബരം കാണിക്കാനാണ് പ്ലാണെങ്കിൽ, ആർക്കാണോ പഴിച്ചു പോകാൻ ആഗ്രഹം അത് അവന് തന്നെയാണ് നാശം. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. നിന്റെ ആർഭാട ജീവിതവും നിന്റെ അഹങ്കാരവും നിന്റെ തമ്മാടിത്തരത്തിനും മറ്റൊരാള് നിന്റെ ചുമട് ഏറ്റെടുക്കൂല. വളരെ വ്യക്തം ഖുർആൻ. സൂറത്ത് ബനി ഇസ്രായേൽ. സൗണ്ട് കുറവ്. നീ എന്താടാ കുറയ്ക്കുന്നു തോന്നല്ല, ആദ്യത്തെ സുഖം കിട്ടുന്നില്ലല്ലോ. നീ സൗണ്ട് കൂട്ടിയിട്ട് കൈയെടുത്ത് മാറ്റി, അതിൽ വെച്ച് ഇങ്ങനെ നിൽക്കാതെ സൗണ്ട് കൂട്ടി. എനിക്കറിയാം മോനെ, ഞാൻ 30 വർഷം മൈക്കിൽ പ്രസംഗിക്കുന്ന ആളാണ്. ഇത് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ എനിക്കറിയാം. നല്ല പാങ്ങിൽ വെച്ചിട്ട് വയ്യ അങ്ങ് വിട്ടടിച്ച് പോട്ടെ. തൊണ്ട സൂക്ഷിക്കാൻ അതിനാണ് ഞാൻ ബാസ് പറയും. എനിക്ക് ബാസ് ഇഷ്ടമല്ല. ട്രിപ്പിൾ ഷാർപ്പ്, കുറച്ച് സൗണ്ട് പോയി ഡിലേഡ് ഇച്ചിരി. നിങ്ങൾക്ക് മൈക്കൊന്നും ഒന്നും ആവില്ല. നല്ല റാഹത്തായ സെറ്റാ, സൂപ്പർ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുറയ്ക്കാൻ നിൽക്കണ്ട. ഗാനമേള പാട്ടുകാർക്ക് നല്ല അടിച്ചിട്ട് വിട്ടു കൊടുക്കും ഇഷ്ടംപോലെ. അതവന്മാർ തുറന്നങ്ങോട്ട് വിട്ടുകൊടുക്കും. അവർ ഡാൻസ് ആയിട്ട് പ്രസംഗിക്കുമ്പോൾ മാത്രം എന്തായാലും അതിൽ നമ്മളെ തൊണ്ട കൊണ്ടാണ് ജീവിച്ചു പോണത് അല്ലേ? തൊണ്ട പോയാൽ തീർന്നില്ലേ? പിന്നെ EP അല്ല കൂപ്പി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹു തആല ആഫിയത്ത് തരട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരൻ, ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, നമ്മൾ ആ ഹദീസ് ആയതിൽ മനസ്സിലാക്കണം. നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. നമ്മളൊക്കെ മരിച്ചു പോകേണ്ട, നമുക്ക് സ്വർഗത്തിലെത്തണം. നമ്മൾ മുൻപുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ മഹീദ് ഷേഖ് റളിയല്ലാഹു കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞല്ലോ. എന്താരായിരുന്നു നമ്മൾ ഖുതുബാണ്. നമ്മൾ മനസ്സിലാക്കണം, ഏത് സമയത്തും അല്ലാഹ് എന്നുള്ളൊരു ചിന്ത. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഏത് സമയത്ത് മഹാനവറുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു, ഏത് സമയത്ത് എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. അങ്ങനെ ചിന്തിച്ചവരാണ് അവര് മഹാന്മാര്. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. അധികമായി മഹാനവറുകൾ ഓതിയ ദിക്ർ ഇതാണ് കേട്ടോ. കൂടുതൽ സമയം അവർ ചൊല്ലുമായിരുന്നു. ഓർക്കണേ, സദാസമയവും അല്ലാ 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 എന്ന ചിന്തയായിരുന്നു. അതല്ലേ നമ്മൾ ഇന്ന് റാത്തി ബോധം അല്ലാ 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 അല്ലാഹു അല്ലാഹു അല്ലാ. ഇതൊക്കെ നമ്മൾ പറയണമെങ്കിൽ ആ ഖൽബിലേക്ക് റബ്ബ് ഇറങ്ങി വരട്ടെ. ആ റബ്ബിനെ മനസ്സിലാക്കാൻ ഈ മഹാരഥന്മാരിലൂടെ, ഈ ആരിഫീങ്ങളിലൂടെ, ഈ ഔലിയാക്കളിലൂടെ, ജഗത്തിന്റെ
ജഗത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനെ അറിയാനാണ് ആ പണ്ഡിത മഹത്തുക്കൾ, ആ മഹാന്മാരൊക്കെ നമ്മളിലേക്ക് കടന്നു വന്നതെങ്കിൽ അവരെയൊക്കെ നമ്മൾ സ്മരിക്കുമ്പോ ആ റബ്ബിനെ നമുക്ക് കാണാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഔലിയാക്കളോടുള്ള പ്രേമം. അതാണ് ഖുർആൻ പറഞ്ഞത്, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ആരാണോ അല്ലാഹുവിനെ അവന്റെ റസൂലിനെ വിശ്വസിച്ചത്, ആരാണോ അല്ലാഹുവിനെ അവന്റെ റസൂലിനെ ആരാണോ അനുസരിച്ചത്, വഴിപ്പെട്ടത്, അവരാരോടൊപ്പമാണെന്നറിയുമോ? ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹം ചൊരിഞ്ഞവരുടെ കൂട്ടത്തിലാണ്. മിനൻ നബിയ്യീൻ, അത് പ്രവാചകന്മാരാണ്. വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളാണ്. വശുഹദാ, രക്തസാക്ഷികളാണ്. വസ്സാലിഹീൻ, സാലിഹീങ്ങളായ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്. അവരോടൊപ്പം നാളെ അവരും സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതിനെന്ത് വേണം? അല്ലാഹു റസൂലും പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണേ. അത് കല്യാണമായാലും, അത് മംഗലമായാലും, അത് ജീവിതത്തിൽ എന്ത് രസമായാലും, അത് കച്ചവടമായാലും, അത് യാത്രയായാലും, അത് വീട് വെക്കുന്നതായാലും, അതിലെല്ലാം അല്ലാഹുവും അവൻ റസൂലും പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ. എങ്കിൽ ഈ ഔലിയാക്കളോടൊപ്പം നാളെ നമുക്ക് സ്ഥാനം കിട്ടും. ഖുർആൻ പറഞ്ഞ വാക്കാണ്, എന്റെ വാക്കുകൾ കേൾക്കണ്ട, ഞാൻ ഖുർആൻ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. സ്വാലിഹീൻ, ഈ സ്വാലിഹീങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കളെ, ആരിഫീങ്ങളാണ്. അവരെങ്ങനെ അവിടെ എത്തിപ്പെട്ടു? ബഗ്ദാദിലെ കിടക്കുന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഇവിടെ നമ്മൾ സ്മരിക്കണമെങ്കിൽ ആ മഹാനുഭാവൻ എത്രത്തോളം ഉയർന്നതിന്റെ പേരിലല്ലേ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഇവിടെ സ്മരിക്കണമെങ്കിൽ അവർ എത്രത്തോളം ഉയർന്ന ദറജയിൽ എത്തിയത് കൊണ്ടല്ലേ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഇടങ്ങേറാക്കിയത് ആരാന്നറിയോ? സ്വന്തം ഭാര്യയാണ്. കല്യാണത്തിന് ആഡംബരം ഉണ്ടാക്കാൻ നമ്മുടെ ഭാര്യമാര് പറയുന്ന പോലെ റിഫായി ശൈഖിനെ ഇടങ്ങേറാക്കിയത് ഭാര്യ. ഭയങ്കര ഇടങ്ങേറാണ്. ഒരിക്കലും ശിഷ്യന്മാര് കുറെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട് പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങൾ എന്തിനാണ് ഈ വിഷമിക്കുന്നത്, പ്രയാസപ്പെടുന്നത്? ഈ പണം കൊടുത്തിട്ട് അവരെ അങ്ങോട്ട് തലാക്ക് ചൊല്ല്. ഉടനെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞു, ഇല്ല, എന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർന്ന ദർജയിൽ എത്തിക്കാനും എന്റെ പാപങ്ങൾ പൊറുക്കാനും എനിക്ക് അല്ലാഹു ക്ഷമ നൽകാനും എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാനും എൻ്റെ ഭാര്യയെ അല്ലാഹു സുബ്ഹാനഹു തആല സബബാക്കിയതായിരിക്കാം, കാരണമാക്കിയതാണ്. എൻ്റെ ഭാര്യ അതിനൊരു കാരണമാണ്. അതുകൊണ്ട് ഞാൻ അവളെ തലാക്ക് ചൊല്ലുന്നില്ല. ഇതൊരു പരീക്ഷണമായി ഞാൻ ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കൊള്ളാം. മനസ്സിലാക്കണം. അതുകൊണ്ട് ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിന് നിരക്കാത്തത് എന്തെങ്കിലും അവർ പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കേണ്ട കാര്യമില്ല. കല്യാണത്തിന് ആഡംബരത്തിന് ഭാര്യമാർ പറഞ്ഞാൽ ഏയ് ലാ ത്വാഅത ലിമഅസിയത്തിൽ ഖാലിഖ്, തെറ്റിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാര്യയുടെ ഭർത്താവാകട്ടെ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ ഒരിക്കലും ഭാര്യയായാലും അനുസരിക്കേണ്ട, ഭർത്താവായാലും അനുസരിക്കേണ്ട. അതാണ് ഇസ്ലാമിക തത്വം. ഭാര്യയായാലും അനുസരിക്കേണ്ട, ഭർത്താവായാലും അനുസരിക്കേണ്ട. തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ, ഗാനമേളയ്ക്ക് വിളിക്കാനും പാട്ട് പാടാനും പടക്കം പൊട്ടിക്കാനും ഒക്കെ നമ്മുടെ ഭാര്യമാർ പറഞ്ഞെങ്കിൽ വേണ്ട. ദീനിലില്ലാത്താണോ? ഞാനില്ല. ദീനിലില്ലാത്താണോ? കല്ലി വല്ലി. അതാണ് വേണ്ടത്. ആ ഒരു ചങ്കൂറ്റം പുരുഷന്മാരായ നമുക്ക് വേണം. നമ്മളത് മാറ്റിയെടുക്കണം. ഇനി എന്നാ മാറുക? ഇസ്ലാമിക സ്വത്തുകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കാൻ പള്ളികൾ തകർക്കുന്നു, മക്ബറകളൊക്കെ പൊളിച്ചു. നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? കാസർഗോഡ് ബുൾഡോസർ വന്നിട്ടില്ലെന്നല്ലേ ഉള്ളൂ. യുപിയിൽ ബുൾഡോസർ കിടന്ന് കറങ്ങാണ്. എത്ര പള്ളികൾ, എത്ര മക്ബറകൾ, എത്ര മദ്രസകൾ പൊളിച്ചു മാറ്റി. നിങ്ങൾ വല്ലതും അറിയണോ സംഭവം? എവിടെ നമ്മളറിയാൻ? നമ്മളിവിടെ പാട്ടിലും കൊത്തിലും ബിരിയാണിയും ആടിൻ്റെ കാലും കടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ സംഭവം? നമ്മുടെ നാട്ടിൽ ബുൾഡോസർ വരുമ്പോൾ നമ്മൾ ഇറങ്ങും. വഖഫിൻ്റെ സ്വത്ത് 11 ലക്ഷം കോടി 11.5 ലക്ഷം കോടി സ്വത്താണ് നമുക്ക് ഇസ്ലാമിൽ അല്ലാഹു തആലയുടെ പേരിൽ വഖഫാക്കി ഇന്ത്യ രാജ്യത്തുള്ളത്. ഇത് മൊത്തം പിടിച്ചെടുക്കുകയാണ്. പോയില്ലേ? നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ല. നാളെ ബുൾഡോസറോട് വരും. നിസ്കരിക്കാൻ ആളില്ല. ഇത് നമ്മുടെ സ്വത്താണ്, നമ്മുടെ സമ്പത്താണ്. അപ്പോളെ പിടിച്ചെടുത്തുണ്ടോ? ആര് ചോദിക്കാൻ വരും? ഒരിച്ചായും വരില്ല. ഇന്ന് എത്രയോ സംഘടനകളുണ്ട് ഇന്ത്യ രാജ്യത്ത് നമുക്ക് വേണ്ടി. മുസ്ലിങ്ങൾക്ക് 27 കോടി മുസ്ലിമുകളുണ്ട് ഇന്ത്യയിൽ. 27 കോടി മുസ്ലിമുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിം ഇന്ത്യ രാജ്യത്ത് യുപിയിലാണ്. എന്നിട്ട് അവിടെയാണ് ഇത് മൊത്തം നടക്കുന്നത്. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? കമാന്ന് ലക്ഷം മിണ്ടാൻ പറ്റില്ല. അതങ്ങനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു. ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും യൂഷിക്കു അൻ തദഅൽ ഉമ്മതു കമാ തദഅൽ അഖിലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണപാത്രത്തിൽ നിങ്ങൾ കൈയിട്ട് വാരുന്നത് പോലെ നിങ്ങളെ പല ഭാഗത്തു നിന്നുള്ള കടന്നാക്രമണം നടത്തുന്ന കാലം വരും.
ഉടനെ സഹാബാക്കൾ ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ യാ റസൂലല്ലാഹ്, നമ്മളെന്ന് ന്യൂനപക്ഷമായതിൻ്റെ പേരിലാണോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ബൽ അൻതും കസീറുൻ, ന്യൂനപക്ഷം എന്ന പേര് നമ്മൾ അറിഞ്ഞാലും ബൽ അൻതും കസീറുൻ, നിങ്ങളന്ന് ഭൂരിപക്ഷമായിരിക്കും. 27 കോടിയില്ലേ? 27 കോടി മുസ്ലിങ്ങളിൽ 1 കോടി മുസ്ലിങ്ങൾ ഇറങ്ങി രംഗത്ത് വന്നാൽ വല്ലതും നടക്കുമോ? നടക്കുമോ? എന്താ മിണ്ടാത്ത നടക്കുമോ? 1 കോടി എന്ന് പറഞ്ഞാൽ 100 ലക്ഷം പേരാ. 100 ലക്ഷം മുസ്ലിങ്ങളാ ഇവിടെ നിറഞ്ഞു നിന്നാൽ എന്തായിരിക്കും രംഗം? ആലോചിച്ചു, എന്തായിരിക്കും രംഗം? 5 ലക്ഷം പേര് വരുമ്പോൾ തന്നെ കോഴിക്കോട് കടപ്പുറം നിറഞ്ഞ് 5 ലക്ഷം, ആ പരിസരമൊക്കെ നിറഞ്ഞ് 5 ലക്ഷം. 10 ലക്ഷം വന്നാൽ എന്തായിരിക്കും? 20 ലക്ഷം വന്നാൽ എന്തായിരിക്കും? 30 ലക്ഷം വന്നാൽ എന്തായിരിക്കും? 100 ലക്ഷം വന്നാൽ എന്തായിരിക്കും? 100 ലക്ഷം 1 കോടി. 27 കോടിയിൽ 26 കോടി അവിടെ ഇരിക്കട്ടെ, 1 കോടി മുസ്ലിം ഇറങ്ങിയാൽ എന്തായിരിക്കും? ആരും ഒന്നും ചെയ്യില്ല. ആരും ഇറങ്ങാൻ സമയമില്ല. ഉറക്കം, തിന്നണം. ഷവർമ, ഷവായ, അൽഫാം, മട്ടൻ ബിരിയാണി, മട്ടൻ മന്തി, കോഴി മന്തി, ചുട്ടത് കല്യാണത്തിന് പോയി തിന്നിട്ട് ആ മന്തി ഇങ്ങനെ തിന്നപ്പോൾ പൂക്കൊല പോലെ ഇങ്ങനെ വന്ന് അവിടെ വക്കുവെല്ലാം പിടിച്ചോണ്ട് പോവാ, പള്ളിയെല്ലാം പൊട്ടിച്ചോണ്ട് പോവാണ്. ഇവിടെ അവിടെ പോയി തിന്നിട്ട് ആട് 5 കിലോയുടെ ആട്. ഇതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്, ഇതാണ് നമ്മുടെ സ്വഭാവം. ചിന്തിച്ചു നോക്കി. എല്ലാം പതുക്കെ ഒതുക്കി അവസാനം ബുൾഡോസറായിട്ട് വരും. അപ്പോൾ ആരും കാണൂല. നബി തങ്ങൾ പറഞ്ഞു, വമിൻ ഖില്ലത്തിൻ യാ റസൂൽ, ന്യൂനപക്ഷമായതിൻ്റെ പേരിലാണോ? അല്ല, ബല്ലന്തും കസീറും, നിങ്ങളന്ന് കൂടുതലുണ്ടായിരിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഖൽബിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചൊരു പേര്, ഒരു ധാരണ ഉണ്ടായിരുന്നു നിങ്ങളുടെ എതിരാളികൾക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ ഒരു ശുജായി ഇറങ്ങി അങ്ങോട്ട് വന്നിട്ട് കുലു തക്ബീർ അല്ലാഹു അക്ബർ എന്നൊക്കെ വിളിക്കുമ്പോൾ ശൈത്താന്മാർ ഓടും. എന്തേ? മലപ്പുറത്തൊക്കെ അങ്ങനല്ലേ നമ്മളിവിടുത്തെ ബ്രിട്ടീഷുകാരെയൊക്കെ ഇവിടെ അടിച്ചോടിച്ച് വിട്ടത് ആരാ? വരയങ്കുന്നത്ത് കുഞ്ഞാമത് ഹാജി ആരാ? ഇവരൊക്കെ ഇറങ്ങി വന്നിട്ട് ആ ശുജായികളെ പോലെ ഒരു ബെൽറ്റൊക്കെ കെട്ടിയിട്ട് ഇങ്ങോട്ട് പിന്നെ എന്താ അടയ്ക്കാൻ മുറിക്കുന്ന കത്തിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ശുജായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഖുലു തക്ബീർ എന്നൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ തന്നെ ഓടുകയല്ലേ. കാരണം ആ തക്ബീറിൽ നമ്മളെക്കുറിച്ചൊരു പേടി അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നമ്മുടെ ഹൃദയങ്ങളിൽ വഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പേടിയിട്ട് കളഞ്ഞു. അല്ലാഹു തആല അവരെ കാണുമ്പോൾ നമുക്ക് പേടിയായി, അങ്ങനെ അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു. എന്താണ് കാരണം നബിയേ? അങ്ങനെ നമുക്ക് അവരെ ഒരു പേടിയുണ്ടാവാൻ കാരണം എന്താ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 കാര്യം. ഒന്ന് ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള മോഹമാണ്. 2 കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാണ്. നമുക്കാർക്കും മരിക്കാൻ ഇഷ്ടമില്ല, ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല. ഡാൻസ് ആടി അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ആർഭാടത്തോടുകൂടി നമ്മൾ ഡാൻസ് ആടുമ്പോൾ, പാട്ട് പാടുമ്പോൾ, തുള്ളിച്ചാടുമ്പോൾ നമുക്ക് മരിക്കും എന്നൊരു പേടി നമുക്കില്ല. 2 വകറാഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള മോഹമാണ്. വലിയ കാറ് വേണം, വലിയ പത്രാസ് വേണം, വലിയ വീട് വേണം. ഇത് ടാക്സ് അടയ്ക്കണ്ടേ, അല്ലെങ്കിൽ പലിശ അടയ്ക്കണ്ടേ, മാസം തോറും ബില്ലടയ്ക്കണ്ടേ, ഹറാമല്ലേ? ഇതൊന്നും അവർക്കവിടെ ചിന്തയില്ല. വലിയ പത്രാസ് വേണം. 2 കോടിയുടെ വീട്, 6 കോടിയുടെ. ഈ അടുത്ത സമയത്ത് ഈ വിനീതൻ ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോൾ ഒരു വീട്ടിലായിരുന്നു ഭക്ഷണം. ആ വീട് 7.5 കോടിയുടെ വീടാണ്. സുബ്ഹാനല്ലാഹ്, 7.5 കോടിയുടെ വീടാണ്. മൊത്തോലായിട്ട് സുബ്ഹാന റബ്ബി. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുറിയിൽ കിടക്കുന്നത് പോലെ എന്താ ഒരു സുഖമുള്ളത്. 7.5 കോടിയുടെ വീടാണ്. താമസിക്കാനോ ആരുമില്ല, താമസിക്കാൻ പോലും ആരുമില്ല. ചിന്തിക്കണം, നാളെ ഹിസാബ് വേണ്ടേ? മോനെ, നിനക്ക് അല്ലാഹു 7 കോടി തന്നിട്ടുണ്ടെങ്കിൽ 1 കോടിക്ക് നീ വീട് വെക്ക്, 6 കോടി കൊണ്ടൊരു മദ്രസ പണി, ഒരു പള്ളി പണി. നാളെ ഖബറിലേക്ക് നിനക്ക് വേണ്ടി ഈ പണം കൊടുത്ത് നാളെ ഖബറിലേക്ക് ഒരു കൂട്ടുകാരനെ കൊണ്ടുവാ. എന്തിനാണ് അല്ലാഹു പറഞ്ഞത്, റസൂലുള്ള പറഞ്ഞത്? നാളെ നിന്റെ മയ്യത്ത് ഈ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ എല്ലാവരും 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് മടങ്ങിപ്പോകുമ്പോൾ ആ ഖബറിലേക്ക് വരുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അതേതാണ് ആ കൂട്ടുകാരനെന്നറിയോ? പരിശുദ്ധമായ ഖുർആനാണ്. അനഅമലുക സാലിഹ്, സാലിഹായ അമലാണ്. ഒരു ചെറുക്കൻ്റെ രൂപത്തിൽ, ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ. ഹസനുൽ വജ്ഹി നല്ല സുസ്മേരവദനായി, നല്ല വസ്ത്രം ധരിച്ച് ശുഭവസ്ത്രധാരിയായി, നല്ല സുഗന്ധ
ദ്രവ്യത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഖബറിലേക്ക് വന്നിട്ട് ആ ഖബറിൽ കിടക്കുന്നവനെ വിളിച്ചു ചോദിക്കും, യാ അബ്ദല്ലാഹ് ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയോ? ഫയഖൂലു, അവൻ പറയും, ലാ അഅരിഫ്, എനിക്ക് നിന്നെ അറിയില്ല. എല്ലാവരും കൊണ്ട് അടക്കിയിട്ട് പോയി. ഉപ്പ ഉണ്ടായിരുന്നു, കൂട്ടുകാരനുണ്ടായിരുന്നു, കാക്ക ഉണ്ടായിരുന്നു, അളിയനുണ്ടായിരുന്നു, ഉസ്താദന്മാരുണ്ടായിരുന്നു, മുതഅല്ലിമീങ്ങളുണ്ടായിരുന്നു. തങ്ങളാണ് ദുആ ചെയ്തത്. എല്ലാവരും പോയി. ദാ കിടക്കുന്നു. ആരുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആരുണ്ട് ഈ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ? ഇന്ന് വഅളുള്ളത് കൊണ്ട്, ഇവിടെ ലൈറ്റ് ഇട്ടത് കൊണ്ട് അവരും കേട്ടുകൊണ്ട് കിടക്കുന്നു. ഈ ലൈറ്റൊക്കെ അണഞ്ഞു പോയാൽ ഇതാ അവരും പറയുന്നു, പടച്ചവനെ ഫയാലല്ലാഹി അസ്റഉ മാ നസൂനി. ഈ മയ്യത്ത് വിളിച്ചു പറയുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ ഈ മയ്യത്തിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ, ആ മയ്യത്തിൻ്റെ അവകാശികൾ, കുടുംബക്കാർ ഈ മയ്യത്തിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ മയ്യത്തിനെ നോക്കി ഒന്ന് സിയാറത്ത് ചെയ്യാതെ, ആ മയ്യത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യാതെ, സദഖ ചെയ്യാതെ മടങ്ങിപ്പോകുമ്പോൾ ആ മയ്യത്ത് പറയുകയാണ്, തമുറു ഖാരിബി ജനബാതി ഖബരി കഅന്ന ഖാരിബി ലം യഅരിഫൂനി. അല്ലാഹുവേ, എൻ്റെ കുടുംബക്കാരനാണ് ഈ നടന്നു പോകുന്നത് പടച്ചവനെ, എൻ്റെ കുടുംബക്കാരനാണ് എൻ്റെ ഓരത്തുകൂടെ പോകുന്നത് പടച്ചവനെ. അല്ലാഹുവേ, കല്ലം യഅരിഫൂനി, എൻ്റെ കുടുംബക്കാരൻ എന്നെ കണ്ടിട്ട് അറിയുന്നു പോലുമില്ല. അല്ലാഹ് പറഞ്ഞു നോക്കാം. അപ്പായെ കൊണ്ട് അടക്കിയിട്ട് മാസമായി, വർഷം എത്രയായി, തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നീ ആ ഖബറിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ എൻ്റെ മോന വന്ന് നിൽക്കുന്നതെന്ന് ആ ഖബറാളിക്കറിയാം. ഇല്ലെങ്കിൽ എന്തിനാണ് സലാം ചൊല്ലുന്നത്? ഇന്നൽ മയ്യിത യഅരിഫു, മയ്യത്തിന് അറിയാൻ കഴിയും. മൻ യുഗസ്സിലുഹു വമൻ യുകഫിനുഹു വമൻ യഹ്മിൽഹു വമൻ യുദല്ലിഹി ഫീ ഖബ്രിഹി. ആരാണ് മയ്യത്തിനെ കുളിപ്പിക്കുന്നത്? ആരാണ് മയ്യത്തിനെ പൊതിയുന്നത്? ആരാണ് മയ്യത്തിനെ ചുമക്കുന്നത്? ആരാണ് മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്? യഅരിഫുഹു, ആ മയ്യത്തറിയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അപ്പോൾ നീ പോയിട്ട് ആ ഖബറിൻ്റെ അരികിൽ നിന്നാൽ എൻ്റെ മകനാണിതെന്ന് മനസ്സിലാകാം. എൻ്റെ ഉപ്പാൻ്റെ ഖബറിൻ്റെ അരികിൽ ഞാൻ പോയാൽ, മോനെ നീയാണോ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു, സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു, കിതാബുർ റൂഹിലുള്ള സംഭവമാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സ്വപ്ന വ്യാഖ്യാതാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഖബർ എപ്പോഴും സിയാറത്ത് ചെയ്യും. അദ്ദേഹം ഒരു ദീർഘദൂര യാത്ര ചെയ്തു. 40 ദിവസത്തോളം സിയാറത്തിന് വന്നില്ല. 40 ദിവസം കഴിഞ്ഞ് വാപ്പാൻ്റെ ഖബറിൻ്റെ അരികിൽ നിന്ന് കുറേ സമയം സിയാറത്ത് ചെയ്ത് അദ്ദേഹം അവിടെ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ കിനാവ് കണ്ടു, മുറാഖബ. തൻ്റെ വാപ്പ അവനോട് ചോദിക്കുന്നു, മോനെ ഇത്ര ദിവസം നീ എവിടെ പോയി? ഉണ്ടോ, ഇത്ര ദിവസത്തോളം നീ എവിടെ പോയി? ഉടനെ ആ വാപ്പയോട് മകൻ ചോദിക്കുകയാണ്, ഉപ്പാ ഞാൻ വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ ഉപ്പാ? ഞാൻ വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ ഉപ്പാ? ഉടനെ ആ വാപ്പ പറയുകയാണ്, മകനെ നീ വരുന്നതും നീ ദുആ ചെയ്യുന്നതും എനിക്ക് മാത്രമല്ല, എൻ്റെ ഖബറിൻ്റെ പരിസരത്തുള്ളവർക്ക് പോലും അതിൻ്റെ സവാബ് കിട്ടുന്നുണ്ടായിരുന്നു. നിന്നെ കാണാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. കണ്ട കിതാബ് റൂഹുണ്ട്, ഇബ്നു ജൗസി റഹ്മത്തുള്ളാ കിതാബ് റൂഹ് എടുത്തു വെച്ച് നോക്ക്. വെറുതെ പറയല്ലേ, ഇത് എടുത്തു വെച്ച് നോക്ക്. ചെറിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ പോയാൽ ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ? അദ്ദേഹം പറഞ്ഞുതരാം. ബദറിൽ ചത്ത് കിടന്ന അബൂജഹൽ ഉത്തുബത്ത് ഷൈബത്ത് അവരുടെ അരികിലേക്ക് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പോയി നിന്നിട്ട് ചോദിച്ചില്ലേ, യാ അബാ ജഹൽ ഇബ്ന ഹിഷാം, യാ ഉത്തുബത്ത് ഇബ്ന റബീഅ, യാ ഷൈബത്ത് ഇബ്ന റബീഅ, ഹൽ വജത്തും മാ വഅദകുമുല്ലാഹു വറസൂലുഹു. ഹിഷാമിൻ്റെ മോൻ അബൂജഹലെ, റബീഅയുടെ മകൻ ഉത്തുബത്തെ, റബീഅയുടെ മകൻ ഷൈബത്തെ, അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടില്ലേടാ, യാഥാർത്ഥ്യമായില്ലേടാ? ആ ശരീരത്തോട്, ഡെഡ് ബോഡിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അടുത്തിരുന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ തുകല്ലിമു അജ്സാദ ലാ അർവാഹ ഫിഹാ ഹൽ യസ്മഊൻ. നബിയെ, എന്താണ് നബി അങ്ങ് സംസാരിക്കുന്നത്? റൂഹില്ലാത്ത ശരീരത്തോട്, റൂഹില്ലാത്ത ജസദിനോട് സംസാരിക്കുകയാണോ നബിയെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, ഹൽ യസ്മഊൻ, അവർ കേൾക്കുമോ ഹബീബേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കേൾക്കും, വലാകിൻ ലാ യസ്തതിഊന അൻ യുജീബു, അവർക്ക് മറുപടി നൽകാൻ പറ്റൂല. നമ്മളെക്കാൾ നല്ല രീതി അവർ കേൾക്കും. സഹാബ, നമ്മളെക്കാൾ നല്ല രീതിയിൽ അവർ കേൾക്കുന്നു.
അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന സിയാറത്ത് ചെയ്താൽ അവർ കാണൂലേ, അവരറിയൂലേ, പിന്നെ എന്തിനാ സലാം പറയുന്നത്? അപ്പം നമ്മൾ മരിച്ചു പോയ വാപ്പ ഉമ്മായ ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മളിവിടെ അടിച്ചുപൊളി തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ പണം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, കാല് പിടിച്ചിട്ട് ഞാൻ പറയാണ്, ഏത് മജ്ലിസിൽ പോലെ ഞാൻ പറയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് പ്രതീക്ഷ വേണ്ട. നിങ്ങളുടെ പണം കൊണ്ട് എന്തെങ്കിലും മരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കബറിലേക്ക് ഒരു ജാരിയായ സദഖ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പള്ളി കെട്ടിക്കൊട്, ഒരു മദ്രസ കെട്ടിക്കൊട്, അല്ലെങ്കിൽ കുറച്ച് മുസാഫ് വാങ്ങിക്കൊട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ മദ്രസയിൽ നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മയുടെ മരം നട്ട് വളർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആരും ദുആ ചെയ്തില്ല എങ്കിലും അതിൻ്റെ സവാബ് വല്ലാഹി സത്യം ആ ഖബറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാ ഖബറാളി പറയും, അന അമലുക സാലിഹ്. എല്ലാവരും പോകുമ്പോൾ ആ ഖബറിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കോലത്തിൽ ഈ പള്ളി നിന്നിട്ട് പറയും, ഈ മദ്രസ നിന്നിട്ട് പറയും, അന അമലുക സാലിഹ്, ഞാൻ നീ ചെയ്ത അമലാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരിൻ വനകീരിൻ മിൻ ഹമ്മിൻ വലാ ഹുസ്നിൻ. മുൻകർ നക്കീറിൻ്റെ ചോദ്യത്തിന് നീ പേടിക്കണ്ട കേട്ടോ. മാ ഉഫാരിഖുക് ഹത്താ ഉഅറള അനാ വ അൻത. എന്നെയും നിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ ഇവിടെ നിന്ന് ഞാൻ മാറൂല കേട്ടോ.